ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാസി മുഹമ്മദ്. ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കാൻ പോകുന്ന സമയത്ത് പഴയ പോലെ അല്ല, കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ടുണ്ട്. നിങ്ങൾ എടുക്കാൻ പോകുന്ന പ്രൈസ് സെഗ്മെൻറ്റിൽ പല ബ്രാൻഡുകളുടെയും ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇതിലേതായിരിക്കും ടെക്നോളജി ബേസിൽ വളരെ മുൻപന്തിയിൽ, അതേപോലെ ഡിസൈൻ പോയിൻ്റ് ഓഫ് വ്യൂയിൽ ഇതിലേതായിരിക്കും അടിപൊളി എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് കൺഫ്യൂസിങ് ആയിട്ടിരുന്നിട്ട് അവസാനം ഇലക്ട്രിക് വെഹിക്കിൾ നിങ്ങൾ എടുക്കാൻ പോയത് ഒരുപാട് ഇങ്ങനെ ഡിലേ ആയി പോകുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ചർച്ച തന്നെയാണ്. ആദ്യം ടാറ്റയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ആയിരുന്നു വന്നിരുന്നത്, പിന്നെ എം ജിയുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നു. ടാറ്റയും എം ജിയും തമ്മിൽ ചെറിയൊരു കോമ്പറ്റീഷനായി നിൽക്കുന്ന സമയത്താണ് ടെക്നോളജിയൊക്കെ ഒന്നുകൂടി മുൻപന്തിയിലിട്ടിട്ട് ഡിസൈൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനൊക്കെ ഇറക്കിയിട്ട് മഹീന്ദ്രയുടെ XEV9e അതുപോലെ തന്നെ സ്പോർട്ടി ഡിസൈനോടുകൂടി BE6e ഒക്കെ വന്നത്. റോഡുകളിൽ ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം മഹീന്ദ്രയുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇങ്ങനെ കൂടുതലായി വരുന്നതായിട്ട്. എന്നാൽ എം ജി ഒന്നും ഒട്ടും പിറകിലല്ല കേട്ടോ. എം ജിയുടെ സെയിൽസൊക്കെ അത്യാവശ്യത്തിനുണ്ട്. ടാറ്റ അവരുടെ ടെക്നോളജിയൊക്കെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് ടാറ്റയുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് വീണ്ടും മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കിടിലൻ പ്രൊമോഷൻ വീഡിയോ വെച്ചിട്ടാണ് ടാറ്റ ഇപ്രാവശ്യം അവരുടെ ഹാരിയർ EV ഇറക്കിയിട്ടുള്ളത്. അതും നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം നാട്ടിലെ ഫഹദിക്കയാണ് ആ ഇലക്ട്രിക് വെഹിക്കിള്. മൂന്നാറിലുള്ള ആനപ്പാറ എന്ന് പറയുന്ന ഒരു വലിയ കുന്ന് തന്നെ, അതിൻ്റെ മുകളിലോട്ട് കൃത്യമായ വഴികളൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം ഓടിച്ച് കയറ്റുന്ന ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ആ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു പവർ. സാധാരണ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾസ് കൊണ്ട് നമ്മൾ കയറ്റം കയറാൻ പോയിട്ടുണ്ടെങ്കിൽ വളരെ അനായാസമായിട്ട് കയറിപ്പോവും. ഐസ് എൻജിൻസിൻ്റെ പോലെ അല്ല, അതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹെവിയാണ്. ചുരങ്ങളിലൊക്കെ ഐസ് എൻജിൻ വെഹിക്കിൾസ് കടന്നിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ട് അവരെ അനായാസം ഓവർടേക്ക് ചെയ്തിട്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾ തന്നെയാണ്. മഹീന്ദ്രയുടെ വണ്ടികൾ എടുക്കണോ ടാറ്റയുടെ വണ്ടി എടുക്കണോ കൺഫ്യൂസിങ് ആയിട്ടുണ്ട്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് ഈ രണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസും നിൽക്കുന്നത്, XEV9e അതുപോലെ ടാറ്റയുടെ ഹാരിയർ EV. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ രണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസിനെയും കുറിച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ഈ വീഡിയോ ഫുള്ളായി കാണുന്നതോടുകൂടെ നിങ്ങൾക്ക് ഈ രണ്ട് ഇലക്ട്രിക് വെഹിക്കിളിൽ ഏത് ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കണം എന്നുള്ളതിൽ ചെറിയ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ആദ്യം തന്നെ രണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെയും സൈസ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ടാറ്റ ഹാരിയർ EVയുടെ സൈസ് കമ്പനി പുറത്ത് വിട്ടിട്ടില്ലെങ്കിലും നിലവിലുള്ള ഐസ് എൻജിൻ ഹാരിയറെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് XEV9e കൂപ്പേ ഡിസൈനൊക്കെ വരുന്നതോടുകൂടെ ഈ വെഹിക്കിൾ തന്നെയാണ് കുറച്ചുകൂടി സൈസ് കൊണ്ട് ഹാരിയറിനേക്കാളും വലിയ വെഹിക്കിളായിട്ട് തോന്നുന്നത്. ഈ രണ്ട് വെഹിക്കിളിനും ടയർ സൈസ് വരുന്നത് 19 ഇഞ്ചാണ്. വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വെഹിക്കിളിൻ്റെയും അലോയ് കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് XEV9e അലോയ് കുറച്ചുകൂടിയും ഭംഗിയായിട്ട് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ പറയാട്ടോ. ബാറ്ററി റേഞ്ച് പെർഫോമൻസ് എന്നുള്ള ഈ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ് അടുത്തതായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. മഹീന്ദ്ര XEV9e വരുന്നത് രണ്ട് ബാറ്ററി വേരിയൻസോട് കൂടിയാണ്. 59 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക്, ഇതിൽ വരുന്നത് 228 bhp പവറാണ്. മഹീന്ദ്ര അവകാശപ്പെടുന്നത് 542 കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു 400 കിലോമീറ്റർ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. കാരണം IDC റേഞ്ചൊക്കെ പ്രതീക്ഷിച്ചിട്ട് വണ്ടി എടുത്തിട്ട് എങ്ങോട്ടേലൊക്കെ പോയി കഴിഞ്ഞാൽ കുടുങ്ങിപ്പോവും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ റിയൽ വേൾഡിൽ കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് 400 കിലോമീറ്ററാണ്. 140 കിലോവാട്ടിൻ്റെ DC ചാർജർ വെച്ച് നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, DC ചാർജർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ചാർജർ അല്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പെട്രോൾ പമ്പിനെ പോലെ ഇലക്ട്രിക് വെഹിക്കിൾസിന് കിട്ടുന്ന ഒരു പമ്പ് തന്നെയാണ് ഇലക്ട്രിക് പമ്പ്. അവിടെ DC ചാർജേഴ്സ് ഉണ്ടാവും. പലതരം DC ചാർജേഴ്സ് ഉണ്ട്, 60, 30 അങ്ങനെ പല കിലോവാട്ട് വേരിയൻറ്റിൽ വരുന്ന ചാർജേഴ്സ് ഉണ്ട്. അതിൽ 140 കിലോവാട്ടിൻ്റെ DC ചാർജർ വെച്ചിട്ട് നമ്മൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 20% മുതൽ 80% വരെ വെഹിക്കിൾ ചാർജായി കിട്ടാൻ വെറും 20 മിനിറ്റ് മതി.
അടുത്ത വേരിയൻ്റ് വരുന്നത് 79 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കോട് കൂടിയാണ്. ഇതിൽ 281 bhp പവറും 380 Nm ടോർഗുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മഹീന്ദ്ര അവകാശപ്പെടുന്നത് 656 കിലോമീറ്റർ റേഞ്ചാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ 500 കിലോമീറ്ററാണ് റിയൽ വേൾഡ് റേഞ്ച്. അത് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. 175 കിലോ വാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജർ അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിൽ 140 കിലോ വാട്ടായിരുന്നു, ഇവിടെ 175 കിലോ വാട്ടിൻ്റെ DC ചാർജർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20% മുതൽ 80% വരെ ചാർജ് ആക്കാൻ വെറും 20 മിനിറ്റ് മതി. ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് ബാറ്ററി പാക്ക് കൂടിയിട്ടുണ്ട്. 79 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ DC ചാർജറിൻ്റെ പവറും കൂട്ടി അവിടെ 20% മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ ഈ ഇത്രയും വലിയ ബാറ്ററി ആയിട്ട് പോലും 20 മിനിറ്റിൻ്റെ സമയം മതി എന്ന് പറയുന്നുണ്ട്. ഹാരിയർ EVയും 2 ബാറ്ററി വേരിയൻസിലാണ് അവൈലബിൾ ആവുന്നത്. 75 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കിൽ 234 bhp പവറും 500 Nm ടോർഗുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് അവകാശപ്പെടുന്ന റേഞ്ച് 627 കിലോമീറ്റർ റേഞ്ച് ആണെങ്കിലും യഥാർത്ഥ ജീവിതത്തിലെ ടെസ്റ്റുകളൊക്കെ അവർ നടത്തിയതിൽ വെച്ചിട്ട് പറയുന്ന റേഞ്ച്, അതായത് റിയൽ വേൾഡ് റേഞ്ച് 480 മുതൽ 505 കിലോമീറ്റർ റേഞ്ചാണ് പറയുന്നത്. 65 കിലോ വാട്ടിൻ്റെ ബാറ്ററി വേരിയൻറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തു വിട്ടിട്ടില്ലെങ്കിലും ഏകദേശം 158 bhp പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവാം. 120 കിലോ വാട്ടിൻ്റെ DC ചാർജർ സപ്പോർട്ട് വരുന്നുണ്ട്. 20% മുതൽ 80% വരെ ചാർജ് ചെയ്തെടുക്കാൻ വെറും 25 മിനിറ്റ് മതി. 0 മുതൽ 100 കിലോമീറ്റർ കൈവരിക്കാൻ വേണ്ടി 6.8 സെക്കൻഡ് മഹീന്ദ്ര XEV 9e എടുക്കുന്ന സമയത്ത് ടാറ്റ ഹാരിയർ EV എടുക്കുന്ന സമയം വെറും 6.3 സെക്കൻഡ്സ് ആണ്. റിയർ വീൽ ഡ്രൈവ് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കാൻ പോകുന്നതെങ്കിൽ 65 കിലോ വാട്ടിൻ്റെ വേരിയൻസ് പോയിട്ട് സെലക്ട് ചെയ്യുക. ഈ 65 കിലോ വാട്ടിൻ്റെ വേരിയൻസിലാണ് നിങ്ങൾക്ക് റിയർ വീൽ ഡ്രൈവ് അവൈലബിൾ ആയിട്ടുള്ളത്. 75 കിലോ വാട്ടിൻ്റെ വേരിയൻസിൽ വരുന്നത് ഓൾ വീൽ ഡ്രൈവ് ആണ്. മഹീന്ദ്ര XEV 9eയുടെ ഫീച്ചറുകൾ പറയാം. ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പാണ് വരുന്നത്. 12.5 ഇഞ്ച് വലുപ്പമുള്ള 3 സ്ക്രീനുകൾ, ഒന്ന് ഇൻസ്ട്രുമെൻറ്റ് പാനലിനും നടുവിലുള്ളത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനും, മൂന്നാമത്തേത് പാസഞ്ചർ എൻ്റർടൈൻമെൻറ്റിനുമാണ്. ഓഡിയോ സിസ്റ്റം വരുന്നത് 16 സ്പീക്കർ ഹാർമൻ കാർഡൻ ആൻഡ് ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത്. മറ്റ് ഫീച്ചറുകൾ ബിൽറ്റ് ഇൻ OTT ആപ്പുകൾ, അലക്സ, വീഡിയോ കോളിംഗ്, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ, ആംബിയൻസ് ലൈറ്റോട് കൂടിയ ഇൻഫിനിറ്റി റൂഫ്, ഡ്യുവൽ വയർലെസ് ചാർജർ, വിഷൻ ഓഗ്മെൻറ്റ് റിയാലിറ്റി ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഓട്ടോ പാർക്ക് സഹിതമുള്ള NFC കീ. ഓട്ടോ പാർക്ക് എന്ന് വെച്ചാൽ കാർ സ്വയം പാർക്കിംഗ് കണ്ടെത്തി കാർ പാർക്ക് ചെയ്തോളും. അല്ലെങ്കിൽ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് കാർ ഡ്രൈവർ ഇല്ലാതെ തന്നെ ഡ്രൈവറുടെ അടുത്തേക്ക് വരും. അതിനുവേണ്ടി ഫോണിൽ നിന്ന് കീയിൽ നിന്നോ ഒരു കമൻറ്റ് നൽകിയാൽ മതി. എന്നാൽ ഹാരിയർ EVയിലും മികച്ച ഫീച്ചേഴ്സുകൾ വരുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത് സാംസങ്ങിൻ്റെ നിയോ ഗോൾഡിൻ്റെ ഹാർമൻ LED സ്ക്രീൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡോൾബി അറ്റ്മോസ് ഓഡിയോ സിസ്റ്റവും വരുന്നുണ്ട്. ക്യാമറ സിസ്റ്റത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാ വെഹിക്കിൾസിലും ഇപ്പോൾ 360 ഡിഗ്രി ക്യാമറ സിസ്റ്റം വരുന്ന സമയത്ത് ഇവിടെ 540 ഡിഗ്രി സറൗണ്ട് വ്യൂ സിസ്റ്റമാണ് നൽകിയിട്ടുള്ളത്. അതായത് ഇതിൽ ഉൾപ്പെടുന്നത് മുൻവശം വരും, പിൻവശം വരും, ബോഡിയുടെ അടിവശം വരെ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ക്യാമറ ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത്. മറ്റ് ഫീച്ചേഴ്സുകൾ പറയുകയാണെങ്കിൽ OS അസിസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്. ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്. അതും 6 ടെറൈൻ മോഡ്സാണ് അതിൽ വരുന്നത്. സ്നോ മോഡ്, സാൻഡ് മോഡ്, റോക്ക് ആൻഡ് റോൾ മോഡ്, മഡ് റേസ് മോഡ്, കസ്റ്റം മോഡ്, നോർമൽ മോഡ്. ഓട്ടോ പാർക്കിംഗ് സിസ്റ്റം അത് ഈ വെഹിക്കിളിലും വരുന്നുണ്ട്. വണ്ടിയുടെ കീ ഉപയോഗിച്ച് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവർ ഇല്ലാതെ തന്നെ പാർക്ക് ചെയ്ത് നിർത്തുന്ന ആ സിസ്റ്റമൊക്കെ ടാറ്റ ഹാരിയറിലും വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വെഹിക്കിളിലും 7 എയർ ബാഗ് സിസ്റ്റം തന്നെയാണ് വരുന്നത്. സുരക്ഷാ റേറ്റിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വെഹിക്കിൾസും 5 സ്റ്റാർ റേറ്റിംഗ്സൊക്കെ കിട്ടിയിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ്. ADAS ലെവൽ 2 ഫീച്ചേഴ്സാണ് നൽകിയിട്ടുള്ളത്. മഹീന്ദ്ര XEV 9eയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 21.90 ലക്ഷം രൂപയിൽ നിന്നാണ്.
അതിലെ ടോപ്പ് ആൻഡ് മോഡലിന് വരുന്ന വില 30.50 ലക്ഷം രൂപയാണ്. ഈ പറയുന്നതൊക്കെ എക്സ്ഷോറൂം വിലയാണ്. ടാറ്റ ഹെരിയർ EVയുടെ ബേസ് വേരിയൻറ്റിൻ്റെ വില മാത്രമാണ് കമ്പനി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാണെങ്കിൽ 21.5 ലക്ഷം രൂപയാണ്. ഏകദേശം 40,000 രൂപയുടെ വ്യത്യാസമാണ് ടാറ്റ ഹെരിയർ EVയും അതുപോലെ തന്നെ മഹീന്ദ്ര XEV9യുടെയും ബേസ് വേരിയൻറ്റുകൾ തമ്മിലുള്ള വില വ്യത്യാസം വരുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസും കിടിലൻ വെഹിക്കിൾസ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഡിസൈൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു പോകും, മഹീന്ദ്രയുടെ XEV9 ഇതന്നെയാണ് മികച്ച ഡിസൈൻ വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ടാറ്റ ഹെരിയർ EV എന്ന് പറയുന്ന വെഹിക്കിളിൻ്റെ ആ ഒരു മസ്കുലർ സ്പോർട്ടി ഡിസൈൻ അല്ലെങ്കിൽ SUVയുടെ ആ ഒരു മികവ് തരുന്ന ആ ഡിസൈൻ അതൊന്ന് വേറെ തന്നെയാണ്. ചില ആൾക്കാർക്ക് ആ ഡിസൈനോട്ടായിരിക്കും കൂടുതൽ ആഗ്രഹം വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് പോകാം. ഇതിൽ രണ്ടിൽ ഏത് വെഹിക്കിൾസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് പോയിട്ട് ഈ വെഹിക്കിളിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയിട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങളുടെ കംഫർട്ട് ഏതാണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ വെഹിക്കിൾ എടുക്കാൻ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾക്കിതൊരു പുതിയ അറിവാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. നമ്മളെന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് കമൻറ്റൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ I am going to signing off. This is your friend Fasi Mohammed.